ഈശോ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഈ പുണ്യഭൂമിയിൽ നിർത്തിയതിന് അമ്മയ്ക്ക് ഒരു കോടാനുകോടി നന്ദി. എൻ്റെ പേര് സോന ജയ്സൺ. ഞാൻ തൃശ്ശൂർ അതിരൂപതയിലെ വെട്ടുകാട് ഇടവാകാംഗമാണ്. ഇതെൻ്റെ മകള് ജസ്ബിയ, ഇതെൻ്റെ മകൻ ജോഷുവ, ഇതെൻ്റെ ഭർത്താവിൻ്റെ അമ്മ. ഞാൻ 20/11/2023 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതിനുണ്ടായ സാഹചര്യം പറയാം. ആഗസ്റ്റ് 12 എൻ്റെ ഹസ്ബൻഡ് മരിക്കുകയുണ്ടായി. തുടർന്ന് ഞാനൊരു ഡിപ്രഷൻ മൂഡിലായിരുന്നു. അതിന് മുന്നേ ഭർത്താവ് മരിക്കുന്നതിന് 2 മാസം മുന്നേ മകന് ഫിക്സ് എന്ന രോഗം സ്ഥിരീകരിച്ചിരുന്നു. അവന് ഡോക്ടർ ഞങ്ങൾ 2 പേരോടും കൂടി പറഞ്ഞിരുന്നു, അവന് ഓട്ടിസം എന്ന രോഗം വരാൻ ചാൻസ് ഉണ്ട്, അവൻ്റെ വളർച്ച മുരടിക്കാം, അവൻ്റെ സംസാരം കാര്യങ്ങളൊക്കെ പുറകോട്ടാവാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ നടത്തം അവൻ ഒറ്റടി വല്ലതും വെച്ചിട്ട് നടന്നിരുന്നില്ല 1 വയസ്സായിട്ടും. അവന് 1 വയസ്സ് 1 മാസം ഉള്ളപ്പോഴാണ് ഈ അസുഖം സ്ഥിരീകരിക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ആകെ സങ്കടത്തിലായിരുന്നു. കാരണം ഈ ഫിക്സിൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്കറിയാം. കുഞ്ഞുനാൾ മുതൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവളുടെ ഫിക്സ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭയം എനിക്കുണ്ടായി. ഞാൻ അതിൽ ആകെ ഡിപ്രഷനായിട്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ അവനെ ഡോക്ടറെ കാണിച്ച് ഞങ്ങൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ ഭർത്താവിൻ്റെ വിയോഗം ഉണ്ടാവുന്നത്. ആൾക്ക് ഡെങ്കിപ്പനി മുഖേന അറ്റാക്ക്, ഡെങ്കിപ്പനി മാറി സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ്റെ വ്യത്യാസം ക്ലോട്ടായിട്ട് അറ്റാക്ക് വരികയായിരുന്നു. അത് ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിച്ച കാര്യമാണ്. സത്യം പറഞ്ഞാൽ അത് എന്നെ വല്ലാതെ അങ്ങ് നിലച്ച് കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ബഹുമാനപ്പെട്ട അച്ഛൻ പറയണ പോലെ എൻ്റെ ഒരു ലോകരാജ്യം തന്നെ നിലച്ചു. എനിക്ക് മുന്നോട്ട് ഇനി എങ്ങനെ ജീവിക്കുമെന്ന് അറിയില്ല. എനിക്ക് സ്വന്തമായിട്ട് ഞാൻ തയ്യൽ ചെറുതായിട്ട് ചെയ്യുമായിരുന്നു, പക്ഷേ സ്ഥിര വരുമാനം ഇല്ല. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരുന്നു അവനൊരു 5 വയസ്സ് വരെ അവനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ചേട്ടൻ മരിക്കുമ്പോൾ ചെറു കടങ്ങളായിട്ട് മേടിച്ചത് ലോൺ പോലെ ഈ കുടുംബശ്രീ സംഘങ്ങളിൽ നിന്ന് അങ്ങനെയൊക്കെ ആയിട്ട് മേടിച്ച ലോണ് ആയിട്ട് ഒരു 3-3.5 ലക്ഷം രൂപ കടമുണ്ട്. അത് മാസം 10,000 രൂപയോളം അടയ്ക്കണം. അപ്പോൾ ആളുള്ളപ്പോൾ വരെ ഞങ്ങൾ 1-2 പറഞ്ഞ് തത്തിയാണ് ആ പൈസ അടച്ചിരുന്നത്. അപ്പോൾ എനിക്ക് ആകെ ഭയം, ഞാൻ എങ്ങനെ ആ പൈസ അടയ്ക്കും എന്നുള്ളൊരു ഭയം വന്നു. ഒപ്പം ജോലിക്ക് പോയാൽ എങ്ങനെയാലും അടയ്ക്കാം, പക്ഷെ ജോലിക്ക് പോകാൻ പറ്റില്ല. മകനെ ആരെ ഏൽപ്പിച്ച് പോകാൻ പറ്റില്ല. അവനെ 5 വയസ്സ് വരെ ശ്രദ്ധിക്കണം. എനിക്കറിഞ്ഞൂടാ, എന്നെ ഭയം വല്ലാതെ മൂടി. ഞാൻ വല്ലാതെ പേടിച്ചു. ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചു. പക്ഷെ എനിക്ക് എൻ്റെ മക്കളെ കൈകൊണ്ട് കൊല്ലാൻ പറ്റില്ല. അവരെ ഞാൻ അത്രയും ഈശോട് ചോദിച്ചു മേടിച്ചതാ. മൂത്തത് മകൾ വേണമെന്നും അവൾ ഒരുക്കി കൊണ്ട് നടക്കാൻ, രണ്ടാമതൊരു മകൻ വേണമെന്നും ഞാൻ ചോദിച്ചു മേടിച്ചതാണ്. അപ്പോൾ അവരെ എൻ്റെ കൈ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. പക്ഷേ എനിക്ക് മരിക്കണം, എനിക്ക് എങ്ങനെയും ചേട്ടൻ്റെ അടുത്തേക്ക് പോകണം, എനിക്ക് ആളെ കാണണം എന്നൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു. അങ്ങനെ ഞാൻ ആത്മഹത്യക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഡിപ്രഷൻ്റെ എങ്ങനെ മരിക്കുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഞാൻ വേദന ഇല്ലാതെ മരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി. ഉറക്ക ഗുളിക കഴിച്ച് മക്കൾക്ക് കൊടുത്ത് അവർ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ മരിക്കാം എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ ഉറക്ക ഗുളിക അങ്ങനെയൊന്നും കിട്ടില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ചേട്ടൻ മരിച്ചതിൻ്റെ 3-ാം ദിവസം തുടങ്ങി ഞാൻ എല്ലാവരോടും പറഞ്ഞു, എന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം, എനിക്ക് പറ്റണില്ല എന്ന് ഞാൻ പറഞ്ഞു. പാവൻ്റെ അമ്മ അത് വിശ്വസിച്ചു എന്നെ കുറേ സ്ഥലത്തേക്ക് കൊണ്ടു നടന്നു. ആദ്യം ഞങ്ങളുടെ അവിടെ ഉള്ളൊരു അച്ഛനെ, സൈക്കാട്രിസ്റ്റാണ്, അച്ഛനെ കാണിച്ചു. അച്ഛൻ മുഖേന എന്നെ ജൂബിലി മിഷനിലുള്ള ഒരു ജോമി ഡോക്ടർ എന്ന് പറഞ്ഞ സൈക്കാട്രിസ്റ്റിനെ കാണിച്ചു. ഡോക്ടർ എന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞു, മരുന്നും കാര്യങ്ങളും എഴുതാമെന്നൊക്കെ പറഞ്ഞപ്പോൾ എങ്ങനെ ഉറക്കം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഉറക്കമില്ല എന്ന് ഞാൻ പറയാൻ നിൽക്കുമ്പോഴേക്കും എൻ്റെ അമ്മ പറഞ്ഞു,
ഉറക്കമൊന്നും കുഴപ്പമില്ല ഡോക്ടറെ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നപ്പോൾ പിന്നെ നമുക്ക് സ്ലീപ്പിംഗ് പിൽസ് എഴുതണ്ടല്ലേ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്കൊന്നൊരു കാര്യം ചെയ്യാം, മൈൻഡ് സെറ്റ് ആവാനുള്ള മരുന്ന് എഴുതാമെന്ന് പറഞ്ഞു. മരുന്ന് എഴുതി. സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് പോലും അറിയില്ലായിരുന്നു എൻ്റെ ഉദ്ദേശം എന്താണെന്ന്. പാവം എൻ്റെ അമ്മ കുറേ എന്നെ കൊണ്ട് നടന്നു. എന്നിട്ട് അത് കിട്ടി, ലിസ്റ്റ് കിട്ടി. ഞാൻ എന്നെ വീട്ടിലൊക്കെ സംസാരിച്ചു. ഡോക്ടർ അമ്മേനെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, കുറച്ച് നാളത്തേക്ക് അവളെ അവിടെ നിന്നൊന്ന് മാറ്റി നിർത്തിക്കോ, നിങ്ങളുടെ കൂടെ നിർത്തിക്കോ, അപ്പോൾ അവൾ ഓക്കെ ആവുമെന്ന് പറഞ്ഞ് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഞാൻ വീട്ടിലൊരു മാസം നിന്നു, മരുന്ന് കഴിച്ചു. ഞാൻ ഓക്കെ ആയി. ഞാൻ തിരിച്ചു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ച്. ചേട്ടൻ്റെ 41 തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ഡോക്ടർ ഞാൻ എന്നെ ഒരു മൈൻഡ് ശരിയായപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മരുന്ന് വേണ്ട, നിർത്തിയേക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഡോക്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് വല്ലാണ്ട് രാത്രി ഉറക്കം, മോന് പാല് കുടിക്കണതാണ്. ഞാൻ അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എനിക്ക് ഈ മരുന്ന് ഒന്ന് മാറ്റാൻ എന്തെങ്കിലും പറ്റുമോ ചോദിച്ചപ്പോഴാണ് ഡോക്ടർ പറയണത്, എന്നാൽ നമുക്ക് സ്ലീപ്പിംഗ് പിൽസ് നിർത്താമെന്ന്. സത്യം പറഞ്ഞാൽ അതിൽ സ്ലീപ്പിംഗ് പിൽസ് ഉണ്ടായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ പക്ഷേ അപ്പോഴേക്കും എൻ്റെ മൈൻഡ് ശരിയായി. എന്നാൽ പിന്നെ എന്തെങ്കിലും ചെയ്യാം മക്കളെ. അപ്പോഴേക്കും ഒരു മൈൻഡ് റിലാക്സായി. ഞാൻ വീട്ടിൽ പോയി. 41 കഴിഞ്ഞു, എല്ലാവരും പോയി, ഞാൻ തരിച്ചായി. എൻ്റെ അമ്മ അവസാനം എന്നോട് യാത്ര പറഞ്ഞ അമ്മയും പോയി. ആ റൂമിനുള്ളിൽ ഞാൻ മാത്രം ഒറ്റയ്ക്കായി. ഒരു ദിവസം പോലും ഞാൻ ചേട്ടനില്ലാതെ അവ വീട്ടിൽ ഞാൻ നിന്നിട്ടില്ല. 6 കൊല്ലമാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റിയത്. 2017 വിവാഹം. ഞാൻ ദൈവത്തെ വല്ലാതെ വെറുത്തു. സത്യം പറഞ്ഞ ഈ ലോകത്ത് എന്നെ പോലെ ആരെങ്കിലും ദൈവത്തെ വെറുത്തുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഞാൻ അത്രയും ഒരുങ്ങിയിട്ടല്ലേ ഞാൻ ഈ വിവാഹത്തിലേക്ക് കടന്നത്. കാരണം എനിക്ക് വിവാഹം താല്പര്യമില്ലായിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞ് ഒരുങ്ങിയിട്ട് നീ തന്നതല്ലേ, എന്തുകൊണ്ട് നീ തിരിച്ചെടുത്തു എന്ന് ഞാൻ ചോദിച്ചു. എല്ലാവരും പറയുന്ന പോലെ കണ്ണിൽ ചോരില്ലാത്തവനാ എൻ്റെ ദൈവം ഞാൻ പറഞ്ഞു. ഞാൻ അമ്മയെയും വെറുത്തു. അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞു, നീയും കൂട്ടം തിന്നില്ലേ നിൻ്റെ മകനൊപ്പം, നിനക്കെങ്കിലും എനിക്ക് വേണ്ടിയിട്ടൊന്ന് പറയായിരുന്നില്ലേ, നീയും ഒപ്പം ചേർന്നില്ലേ എന്ന് പറഞ്ഞു. കാരണം ഞാനും എൻ്റെ ഭർത്താവും കൂടിയിട്ട് ആകെ കൂടി വിവാഹശേഷം ഒരുമിച്ച് പോയത് തൃശ്ശൂരുള്ള പുത്തമ്പള്ളിയിൽ മാത്രം. ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും നൊവേനയ്ക്ക് പോവായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറയും, മാതാവേ നീയും എന്തേ എന്നെ കൈവിട്ടേ. പിന്നെ ചേട്ടൻ പള്ളിയിൽ യൂണിറ്റ് പ്രസിഡൻറ്റും പള്ളിയായിട്ട് നല്ല അടുത്ത് ഉള്ള ആളായിരുന്നു. അപ്പം ഞാൻ ഔസേപ്പ് പിതാവിനെയും വെറുത്തു. ഞാൻ ഔസേപ്പ് പിതാവിനോടും ചോദിച്ചു, അപ്പം ഞാൻ എന്ത് തെറ്റ് ചെയ്ത്? നിന്നെ പോലെ തന്നെ നല്ലോണം അധ്വാനിക്കുന്ന ഒരാളല്ല എൻ്റെ ഹസ്ബൻഡായിരുന്നു, നീ എന്തുകൊണ്ട് കൈവിട്ടു? നിങ്ങൾക്ക് ആർക്കും എന്നോടൊരു ദയയില്ലല്ലേ എന്ന് പറഞ്ഞു. ഞാൻ വെറുത്തു എന്ന് പറഞ്ഞു, അങ്ങേറ്റം വെറുത്തു. അങ്ങനെ ഡിപ്രഷൻ മൂഡ് പിന്നെയും തിരിച്ചു വന്നു. ഞാൻ പ്രിസ്ക്രിപ്ഷൻ തപ്പി, എനിക്ക് കിട്ടി. ആ ഒരാഴ്ച എനിക്ക് വീട്ടിൽ മോന് വയ്യ പനി, മോൾക്ക് വയ്യ പനി, എനിക്ക് പനി. മോള് കരയണു, മോളെ എടുക്കണ്ടേ മോനെ എടുക്കണ്ടേ, എനിക്ക് നിൽക്കാൻ വയ്യ. എനിക്ക് യൂറിക് ആസിഡിൻ്റെ പ്രശ്നമുണ്ട്. 9 ഒരു ആർക്കെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയില്ല. എൻ്റെ ഈ ചെറുവിരലിൻ്റെ ഇട പോലും എനിക്ക് വേദനയാണ്. എനിക്ക് മോനെടുക്കാനൊന്നിനും പറ്റണില്ല. എല്ലാം കൊണ്ടും ഡിപ്രഷൻ മൂഡിൽ നിൽക്കണ സമയത്ത് എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ചേച്ചി, ഞാൻ ആ ഇടവകയിൽ കണ്ടുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ അമ്മ പള്ളിയിൽ വെച്ചിട്ട് ചേട്ടൻ്റെ അമ്മ ചേച്ചിയോട് പറഞ്ഞ എൻ്റെ വിഷമത്തിൻ്റെ പുറത്ത് ആ ചേച്ചി, ഒരു പരിചയമില്ലാത്ത ചേച്ചി, ഞാൻ പ്രിസ്ക്രിപ്ഷൻ എടുത്ത് എൻ്റെ തലയിണരുടെ അടിയിൽ വെച്ച സമയത്ത് എൻ്റെ വീട്ടിലേക്ക് വന്നു. ആ ചേച്ചി തൈലെടുത്തു, എൻ്റെ നെറ്റിയിൽ പൂശി, ഉപ്പ് എൻ്റെ റൂമിൽ വിതറി. എന്നോട് പറഞ്ഞു, നിന്നെ രക്ഷിക്കാൻ പറ്റുന്ന കരം ഞാൻ കാണിച്ചു തരാമെന്ന്. കൃപാസനം എന്ന് ഞാൻ ചേട്ടനുള്ള സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ആ പത്രം കിട്ടിയിട്ടുണ്ട്. ആ പത്രത്തിൽ ഞാൻ നൈറ്റി പൊതിഞ്ഞ് കൊടുത്തിട്ടുണ്ട് തയ്ച്ചിട്ട്. സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു. എന്നാൽ ആ ചേച്ചീനെ വിശ്വസിച്ച് ഒന്നും അറിയില്ലെങ്കിലും മരിക്കാൻ നേരത്ത് കിട്ടിയ കച്ചി തുരുമ്പ് നന്നോണം ആ ചേച്ചി അമ്മയുടെ നിർബന്ധപ്രകാരം, ചേട്ടൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരം ആ ചേച്ചി എന്നെ ഒരു ദിവസം, ഒരു 2 ദിവസമേ വൈകിട്ടുള്ളൂ, എന്നെ കൊണ്ടുവന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തു. കുറേ നാളായി ഉറങ്ങിയിട്ട്. അതിൻ്റെയൊക്കെ ഇത് കാരണം ഇവിടെ വന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഉടമ്പടി ക്ലാസ് കേട്ടിട്ടില്ല. ആദ്യത്തെ പോർഷനൊന്നും കേട്ടില്ല. നന്നായി ഉറങ്ങി. എന്നാൽ
അവിടെ വെച്ച് ഇങ്ങനെ നമ്മുടെ കൗൺസിലർ പറഞ്ഞു ഓരോ അസുഖങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മോൻ്റെ അപസ്മാര രോഗം ഒന്ന് കേട്ട ഉടനെ ഞാൻ ചാടി എഴുന്നേറ്റു. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ, അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്നുള്ള വചനം എന്നെ വല്ലാതെ സ്പർശിച്ചു. ഞാനത് എഴുതിയെടുത്തു. എൻ്റെ മോളുടെ നാവിൻ്റെ കെട്ടിൻ്റെ കുറിച്ചും ഞാനതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനും വചനം കിട്ടി. പക്ഷേ ഈ അപസ്മാര രോഗി എന്നുള്ള വചനം എന്നെ വല്ലാതെ സ്പ്രെഡ് ചെയ്യിപ്പിച്ചു. അത് എന്നോട് ഇങ്ങനെ ആരോ പറയുന്ന പോലെ, നീ മകൻ്റെ അസുഖം നിനക്ക് ഞാൻ മാറ്റിത്തരാം, നീ ഈ വചനത്തിൽ ഉറച്ച് വിശ്വസിക്കണം എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇന്നലെ വരെ ഞാൻ കുടുംബ പ്രാർത്ഥനയിൽ ആ പ്രാർത്ഥന ഞാൻ മുടക്കിയിട്ടില്ല. എൻ്റെ മോൾക്ക് വരെ ആ വചനം കാണാപ്പാടാണ്. ആ വചനം പള്ളിയിൽ എത്തിക്കുമ്പോൾ എൻ്റെ മോൾ എൻ്റെ തിരിഞ്ഞു നിന്ന് എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കും. കാരണം ഞാനത് ഇതുവരെ മുടക്കിയിട്ടില്ല. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ തിരിച്ചു പോയി. ഞാൻ ഉടമ്പടിയിൽ വെച്ച 6 കാര്യങ്ങളിൽ ആദ്യത്തേന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ടൊരു വരുമാനം വേണം. എനിക്കിത്തിരി പറയുകയാണെങ്കിൽ ഇത്തിരി പ്രസ്റ്റീജ് കൂടുതലുള്ള ആളാണ് ഞാൻ. എനിക്കങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കുന്നത്, കുഞ്ഞുനാൾ മുതൽ ഒരു മിഠായിക്ക് പോലും ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല. ഞാൻ അപ്പച്ചനും അമ്മയൊക്കെ തരും, ചേട്ടനൊക്കെ തരുന്നത് മേടിക്കും കഴിക്കുന്നല്ലാണ്ട് ഞാൻ എൻ്റെ ആവശ്യങ്ങൾ അങ്ങനെ പറഞ്ഞ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അപ്പം ഞാൻ ചേട്ടനെ ആയാലും പരമാവധി ബുദ്ധിമുട്ടിക്കാറില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞ ആദ്യത്തെ കാര്യം, എനിക്കൊരു വരുമാനം, സ്ഥിര വരുമാനം എനിക്ക് വേണം. അത് നീ തന്നിരിക്കണം. കാരണം അതെൻ്റെ നിലനിൽപ്പിൻ്റെ കാര്യമാണ്. ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ എൻ്റെ ഭർത്താവ് പോയി തോറ്റ് തല താഴ്ത്തേണ്ട വന്നാൽ എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും. കാരണം ആരുടെ മുന്നിൽ എനിക്ക് നാണം കെട്ട് ജീവിക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു ഞാൻ. കാരണം കുഞ്ഞുനാൾ മുതൽ കുറേ കരഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ ഓരോ ഘട്ടങ്ങൾ ടീനേജ് ആകുമ്പോൾ പറയും, നീ ജോലിക്ക് പോയി ശരിയാവും എന്ന് പറയും. ജോലിക്ക് പോയി തുടങ്ങി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കല്യാണം കഴിഞ്ഞാൽ നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറുടി, നിൻ്റെ സന്തോഷം കിട്ടുന്നു അത് വിചാരിച്ച് വിവാഹം കഴിച്ചു. ഭർത്താവ് ഞങ്ങൾ തമ്മിൽ കുറച്ച് ഇണക്കങ്ങളും മണക്കളുണ്ടെങ്കിലും ആളാണ് എന്നെ പകൽ വെളിച്ചം കാണിച്ചു തന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര സങ്കടം. കാരണം ജോലിക്ക് പോവും, കാലത്ത് 9 മണിക്ക് ജോലിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് പോവും, വൈകിട്ട് 6:30 ആകുമ്പോൾ വീട്ടിലെത്തും. ഞാൻ പകൽ വെളിച്ചം കണ്ടിട്ടില്ല. സൺഡേസ് ഞാൻ +1 +2 ഡിഗ്രി ഒക്കെ പഠിക്കാൻ പോയി. അതുകൊണ്ട് സൺഡേ എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് അത് ആദ്യം വെച്ചു. രണ്ടാമതായിട്ട് എൻ്റെ മോൻ്റെ രോഗം മാറ്റി തരണം. കാരണം എൻ്റെ മോനൊരു ഓട്ടിസം രോഗിയായിട്ടോ അല്ലെങ്കിൽ വളർച്ചയില്ലാതായിട്ടോ എനിക്ക് കാണണ്ട. ഞാൻ നിന്നോട് ചോദിച്ചു മേടിച്ചതാണ് എൻ്റെ മോനെ. എനിക്ക് അവനെ പൂർണ്ണ സൗഖ്യമായിട്ട് എനിക്ക് കിട്ടണം. കാരണം അവനെ വയ്യാണ്ട് ആയി കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ തളർന്നു പോവും. അതുകൊണ്ട് അവനെ സ്റ്റേബിളായിട്ട് എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞു. അത് 2ാമത്തെ ഉടമ്പടിയായിട്ട് വെച്ചു. 3ാമത്തെ ഉടമ്പടി എൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായ ഭവനം. അങ്ങനെ അവൻ്റെ ഉടമ്പടി അവൻ്റെ വെച്ച് ഞാൻ തിരിച്ചു പോയി. എനിക്കെന്നെ അതിശയമാണ്. അവൻ പതുക്കെ റിക്കവർ, അവൻ നടന്നു, ഒറ്റടി വെച്ചു, പിന്നെ സംസാരം വന്നു, അവൻ നല്ല ആക്റ്റീവായി. അപ്പോൾ എനിക്കെന്നെ അതിശയായി. പതുക്കെ ആയി. ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറും പറഞ്ഞു അവന് നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ മരുന്ന് നിർത്തി. മരുന്ന് ഡോക്ടർ നിർത്തിയതല്ല, ഞാൻ നിർത്തിയതാണ്. ഞാൻ ഡോക്ടറോട് അങ്ങോട്ട് പറഞ്ഞു, എൻ്റെ മോന് ശരിയായി ഡോക്ടറെ, ഇനി മരുന്നിൻ്റെ ആവശ്യമില്ല. കാരണം അവൻ 5 വയസ്സ് വരെ മരുന്ന് എടുക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വേണ്ട. എൻ്റെ കയ്യിൽ ഇപ്പോഴും ലാസ്റ്റ് ഡോക്ടർ അവൻ്റെ മരുന്ന് കണ്ടിന്യൂസ് കൊടുത്തായിരുന്നു. നിർത്തിയ മരുന്ന് നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, അവൻ എന്തെങ്കിലും നല്ലോണം പനിയൊക്കെ വരുമ്പോൾ ഈ മരുന്ന് നീ മറക്കാതെ കൊടുക്കണം. കാരണം ഇനി അവനൊരു ഫിക്സ് വരാൻ പാടില്ല. അവനിപ്പോൾ ഓക്കെയാണ്, ഇനി അവന് വിട്ടു കൊടുത്തോടാന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവ് മരിച്ചിരിക്കുന്ന സമയത്താണ് ഇതൊക്കെ സമയം. അപ്പോൾ ഡോക്ടർ എന്നോട് നല്ലതിൽ പറഞ്ഞു. അപ്പം ഞാൻ, ഇല്ല ഡോക്ടർ, അവന് മരുന്ന് വേണ്ട, എനിക്ക് ഉറപ്പാണ് അവൻ്റെ രോഗം എൻ്റെ അമ്മ മാതാവ് തൊട്ട് സൗഖ്യപ്പെടുത്തി. അതിന് മുന്നേ ഞാനിവിടെ വന്നിരുന്നു. ഞാൻ ഈ തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് അത്രയും വയ്യെങ്കിലും ഞാൻ അവിടെ വരി നിന്ന് മോൻ്റെ ഈ രോഗത്തിൻ്റെ ഇതൊക്കെ കാണിച്ച് ഇവിടെ വന്നു. ജോസഫ് അച്ഛനെ കണ്ടതും എനിക്ക് കിട്ടിയ സമാധാനം എന്താണെന്ന് എനിക്ക് അറിയില്ല. വന്നു, അച്ഛൻ അവൻ്റെ തലയിൽ തൊട്ട് സൗഖ്യപ്പെടുത്തി അവൻ്റെ കവിളിൽ തട്ടിയിട്ട് പറഞ്ഞു, ചിരിച്ചു. ഒന്നും പറഞ്ഞില്ല, ചിരിച്ചു. എനിക്കതിൻ്റെ അർത്ഥം സത്യമായിട്ട് അറിയില്ല. ഞാൻ ചോദിച്ചു, എന്താ അച്ഛൻ അങ്ങനെ ഒന്നും പറയാതിരുന്നേന്ന് വിചാരിച്ചു. ആ കാശ് രൂപം തന്നു. അന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ആ ചേച്ചിയുണ്ട് എൻ്റെ കൂടെ. ആ ചേച്ചി എന്നോട് പറഞ്ഞു, ഇത് നിൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് നടക്കാനുള്ളതല്ല, അവൻ്റെ കഴുത്തിലിടണം എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇവൻ്റെ അസുഖം മാറി മാതാവായിട്ട് അവൻ്റെ കഴുത്തിൽ നിന്ന് ആ കാശ് രൂപം ഊരി എൻ്റെ കയ്യിൽ വീഴണ വരെ ഞാൻ അത് ഊരിയിട്ടില്ല. അത് ഇട്ട് കൊടുത്തു. അന്ന് മുതൽ അവന് നല്ല മാറ്റമാണ്. അന്ന് മുതലാണ് അവന് മാറ്റം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇന്ന് എൻ്റെ മോളേക്കാളും ആക്റ്റീവ് അവനാണ്.
ഞാൻ ഒന്ന് കരഞ്ഞാൽ എൻ്റെ കണ്ണീരൊപ്പാവൻ വരുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനപ്പുറം. അച്ഛൻ പറയാതിരുന്നതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായില്ല. പിന്നീട് അച്ഛൻ എന്നെ ഉടമ്പടി ധ്യാനത്തിൽ, ഞാൻ ഉടമ്പടി ധ്യാനം മുടങ്ങാണ്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ മോള് വരെ എന്നെ ചീത്ത പറയും. കാരണം ഞാൻ ജോലി തയ്ക്കുന്ന സമയത്തൊക്കെ ഈ ധ്യാനമാണ് കേട്ടോണ്ടിരിക്കുന്നത്. പണ്ട് പാട്ട് കേട്ടിരുന്ന ഞാൻ ഇപ്പം ധ്യാനമാണ്. അത് 2017 മുതലുള്ള ധ്യാനങ്ങൾ ഞാൻ ഇപ്പോൾ കേൾക്കുന്നുണ്ട്, സ്ഥിരം കേൾക്കും. എനിക്ക് ധ്യാനം കേട്ടില്ലെങ്കിൽ തയ്ക്കൽ ശരിയാവില്ല. അങ്ങനെ ഞാൻ അച്ഛൻ്റെ ആ ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞു, അച്ഛൻ, ഞാൻ ഉത്തരം പറയാത്തവർക്കാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടാൻ പോണേന്ന്. അപ്പം എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് അച്ഛൻ എൻ്റെ മോനോട് പറയാണ്ടിരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു എൻ്റെ മോൻ്റെ അസുഖം മാറിയെന്ന്. ഞാൻ ആ മരുന്ന് തുറന്നു പോലും ഞാൻ നോക്കിയിട്ടില്ല. അതിനുശേഷം കുറേ തവണ അവന് പനി വന്നു, പലതരം അസുഖങ്ങളും വന്നു. പക്ഷേ ഞാൻ അവന് ആ മരുന്ന് കൊടുത്തിട്ടില്ല. ഇപ്പോഴും ആ മരുന്ന് എൻ്റെ അതിൽ കിടക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഞാൻ ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ കാണിക്കാൻ വേണ്ടി സൂക്ഷിച്ചു, അല്ലെങ്കിൽ ഞാൻ അന്നേ കളഞ്ഞേനെ. ഇന്നേ വരെ അവനൊരു അസുഖം വന്നില്ല. അതിന് ഈശോയ്ക്ക് അമ്മോടും പറയാൻ പറ്റുന്ന കോടാനുകോടി നന്ദി. കാരണം അവൻ ഓക്കെ അല്ലായിരുന്നെങ്കിൽ ഞാനും പതുക്കെ ഡിപ്രഷനിലേക്ക് പോയേനെ. എനിക്കൊന്നും ചെയ്യാൻ മുന്നോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ പതുക്കെ എൻ്റെ മോളുടെ നാവിൻ്റെ കെട്ട്, അവൾ ആളാന്നൊന്നും കറക്റ്റായിട്ട് വർത്തമാനം പറയാൻ ബാക്കോട്ടായിരുന്നു എങ്കിലും പറഞ്ഞു തുടങ്ങിയാലും ക്ലിയർ അല്ലായിരുന്നു. പക്ഷേ ഞാനെന്നും അവളുടെ നാവിൽ തൈലം, വിശുദ്ധ തൈലം പുരട്ടും, നെറ്റിയിൽ പുരട്ടും, ഉപ്പ് കൊടുക്കും, തേനൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് അവൾ കഴിക്കും. പതുക്കെ പതുക്കെ അവൾ വർത്തമാനം പറയാൻ തുടങ്ങി. പിന്നെ അവൾക്ക് അലർജിയുടെ അസുഖമുണ്ട്, ഭയങ്കര ചുമയാണ്. ആ ചുമ വരുമ്പോൾ രാത്രി അവൾ കരയും, കരഞ്ഞ് ഛർദ്ദിക്കും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒപ്പം മോനും വാശി, അവനെ എടുക്കണം. ഇവൾ കരയുമ്പോൾ ഇവളെ എടുക്കാറ് അവളുടെ അപ്പനാ. അപ്പോൾ ആളുടെ പ്രസൻസ് ഇല്ലാത്ത കാരണം എനിക്ക് ഇവളെ കരയിക്കാണ്ട് നോക്കണം. ഞാനപ്പോൾ പരമാവധി ഇവളെ കരയിക്കാണ്ട് നോക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് കാശ് രൂപത്തിൻ്റെ കാര്യം ഓർമ്മ വരുന്നത്. ഞാൻ അപ്പോൾ കാശ് രൂപം എടുത്ത് കഴുത്തിലിട്ട് കൊടുത്തു. അന്ന് മുതൽ അവൾക്ക് കുഴപ്പമില്ല, ചുമ മാറി. അങ്ങനെ ആ വിഷയം മാറി കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ തൊഴിലിൻ്റെ കാര്യത്തിൽ തീരുമാനമാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് ഒരു ധ്യാനത്തിൽ, പള്ളിയിൽ ധ്യാനത്തിൽ കേൾക്കണ മാതാവിൻ്റെ ജോലിയാണ് തയ്യൽ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ തയ്യലോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. ചേട്ടൻ മരിച്ചതോടുകൂടി ആകെ ഡിപ്രഷൻ ആയതുകൊണ്ട് നല്ല തുണി മേടിച്ച് വെട്ടാനും തയ്ക്കാനും പേടിയായിരുന്നു, എനിക്ക് ഭയം. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ അമ്മയുടെ ജോലിയല്ലേ, അതും എൻ്റെ ഭർത്താവ് മരിക്കുന്നതിന് 1 മാസം മുന്നാണ് ഞാൻ ആ തയ്യലിൻ്റെ ക്യാബിൻ തിരിക്കണതൊക്കെ. അപ്പോൾ അത് ദൈവം എനിക്ക് വേണ്ടി കരുതിയതാന്ന് വിചാരിച്ചു ഞാൻ അതിലേക്ക് ഇറങ്ങി. അങ്ങനെ അത് മുന്നോട്ട് പോയി. എനിക്ക് നല്ലൊരു വരുമാനമായി. പതുക്കെ പതുക്കെ എനിക്ക് കാനഡയിൽ നിന്ന് ഓർഡർ വന്നു. 2 പ്രാവശ്യം ഞാൻ കാനഡയിലേക്ക് ഡ്രസ്സ് തയ്ച്ചയച്ചു. അതിൽ നിന്നൊരു വരുമാനം കിട്ടി. ഇപ്പം ഡാൻസിൻ്റെ ഡ്രസ്സ്, അവർക്ക് ആ ഡാൻസിൽ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ അവർക്കത് സ്റ്റേറ്റ് ലെവലിൽ അവരുടെ കാനഡയിൽ ഡാൻസ് കളിച്ചിട്ട് അവർക്ക് ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ അറിയിച്ചു. എനിക്കത് വലിയ സന്തോഷം ഉണ്ടായി. അതിനുശേഷം ഒരു ഓർഡർ കിട്ടി, അതും തയ്ച്ചയച്ചു. അങ്ങനെ ഞാൻ തയ്യൽ മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ ഒരു സ്റ്റാഫിനെ വെച്ച് തയ്ക്കാറായി. അതിൻ്റെ ഇടയിൽ ഇത് മാത്രം പോരാ, കടങ്ങൾ വീട്ടണം, എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് LIC എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നൊരു കോള് വന്നു. അപ്പം അങ്ങനെ പാർട്ട് ടൈമായിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, ശരിയാ, ഞാൻ മാതാവിനോട് ചോദിച്ചതാണ്, എൻ്റെ മക്കളൊക്കെ നോക്കിക്കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി. അങ്ങനെ ആ ജോലി ഞാൻ എടുത്തു. എനിക്ക് അങ്ങനെ അതിൽ നിന്ന് കമ്മീഷൻ കിട്ടി. ഞാൻ അതും ഇതും കൂടി ആയപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഇന്ന് വരെ ഞാൻ എൻ്റെ മാതാവിനോട് ആദ്യമായിട്ട് പറഞ്ഞത്, എൻ്റെ മോളൊരു മിഠായി ചോദിച്ചാൽ എനിക്കത് മേടിച്ചു കൊടുക്കാൻ പറ്റണം. അതേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് വരെ അവൾ ചോദിച്ചതൊക്കെ ഞാൻ ക്രമമിട്ട് മേടിച്ചു കൊടുക്കുന്ന ആളല്ല. പക്ഷേ അവൾക്ക് ആവശ്യമുള്ളതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി, അവളുടെ കൂടെ നിൽക്കാൻ പറ്റി. അങ്ങനെ അവളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ചെറിയ ചെറിയ ഒരു വിഷമങ്ങൾ കുടുംബത്ത് ഉണ്ടായി. അത് വലിയ കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ ഞാൻ വിചാരിച്ചു, എന്നാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മക്കൾക്ക് എന്തെങ്കിലും ചെയ്തിടണം. ചേട്ടാ ആഗ്രഹിച്ച ഒരു കാര്യമാണ്, അതിന് തുടക്കം വയ്ക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഭവനം തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഭവനം തുടങ്ങാമെന്ന് നിശ്ചയിച്ച സമയത്ത് അപ്പച്ചൻ മരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു, ഇനിയിപ്പോൾ അപ്പച്ചില്ലല്ലോ, ഇനിയിപ്പോൾ അതിൻ്റെ ഡിപ്രഷനിൽ പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നാലും കുഴപ്പമില്ല, തുടങ്ങാമെന്ന് ബ്രദർ പറഞ്ഞു, നീ തുടങ്ങിക്കോ, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീടിൻ്റെ പണി തുടങ്ങി. 3-ാം മാസം എനിക്കറിയില്ല, എൻ്റെ കയ്യിൽ 10 രൂപയില്ല, ഒന്നുമില്ല. ഞാൻ എന്ത് കണ്ടാ പണി തുടങ്ങിയത് എനിക്കറിയില്ല.
കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ടൊന്നും ഒരു വീട് പണി നടക്കില്ല. ഞാൻ എൻ്റെ ആഗ്രഹമാണോ അത് ദൈവത്തിൻ്റെ ആഗ്രഹമാണോ എന്നറിയാൻ വേണ്ടി ഞാൻ ആധാരം കൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. അന്നും അച്ഛൻ മാതാവിൻ്റെ അടുത്ത് തൊട്ട് മുത്തിച്ചു, ഒന്നും പറഞ്ഞില്ല. പക്ഷെ എനിക്കറിയാം പറയാത്തതാണ് നല്ലതെന്ന്. അത് വിശ്വസിച്ചു ഞാൻ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മ, ഞാൻ തുടങ്ങാൻ പോവാ, നിനക്കറിയാം ഒരു ഇഷ്ടികയുടെ വില പോലും, അതായത് ഒരു ഓളോബ്രിക്സ് കട്ടയുടെ വിലയോ ഒരു സിമെൻറ്റ് ചാക്കിൻ്റെ വിലയോ ഒരു കമ്പിയുടെ വിലയോ ഒന്നും അറിയാത്ത ഞാൻ, എന്തിനാ ഒരു വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് എത്രയാണെന്ന് പോലും അറിയാത്ത ഞാൻ വീട് പണി തുടങ്ങി. എനിക്കറിഞ്ഞോടെ എവിടെ നിന്നൊക്കെ എനിക്ക്, അതായത് ഇന്ന ആളോട് പറയും ആ പണി അവിടെ ഏൽപ്പിക്കുന്ന ആൾക്കാർ പറഞ്ഞ് ഒരുപാട് സഹായങ്ങൾ പൈസയായിട്ടല്ല ഇന്ന ആൾക്ക് ഏൽപ്പിക്കുന്നു പറഞ്ഞു വന്നു. ഞാൻ ഒക്കെ ചോദിച്ചറിഞ്ഞു. ഞാൻ വീട് ഫുള്ളായിട്ട് കോൺട്രാക്ട് കൊടുക്കാണ്ട് ഞാൻ പണിയിപ്പിച്ചു. 6 മാസം കൊണ്ട് എൻ്റെ വീട് പണി കഴിഞ്ഞു. ഈ വരുന്ന 18-ാം തീയതി ഞാൻ എൻ്റെ വീട്ടിലേക്ക് താമസാവാണ്. ഞാൻ അമ്മേനെ ക്ഷണിക്കാൻ വന്നതാണ്. തകർന്നു പോയ എൻ്റെ കൂടാരത്തെ തിരിച്ച് പണിത് തന്ന ആളെൻ്റെ അമ്മ. എനിക്ക് ഉള്ളൊരു ഭയം എന്ന് പറഞ്ഞാൽ, ഞാൻ ഉടമ്പടിയിൽ ഞാനിപ്പോൾ അവസാനം ഇനി വേറൊന്നും എനിക്ക് വെക്കില്ല. എൻ്റെ ഉടമ്പടിയിലെ ഒരുവിധം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, എനിക്ക് ഉടമ്പടി വെക്കാനില്ല. പക്ഷെ ഞാൻ അമ്മയോട് ഫസ്റ്റ് വെച്ച ഉടമ്പടി കഴിഞ്ഞ പ്രാവശ്യം പുതുക്കിയപ്പോൾ, എനിക്ക് മരണം വരെ നിൻ്റെ ഉടമ്പടിയിലാവണം. എനിക്ക് ആവശ്യങ്ങളൊന്നുമില്ല, പക്ഷെ എനിക്ക് മരണം വരെ നിൻ്റെ ഉടമ്പടിയിലാവണം. കാരണം എനിക്കും ദൈവത്തിന് മാത്രം, അമ്മയ്ക്ക് മാത്രം അറിയാവുന്നൊരു സത്യമുണ്ട്. എൻ്റെ ഇങ്ങേ സൈഡിൽ കുറേ ഡിപ്രഷൻ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഒരു പറയുകയാണെങ്കിൽ ആ സുനാമിക്ക് മുന്നേ കിടക്കണ തിരമാല പോലെ, അല്ലെങ്കിൽ ഉരുൾ പൊട്ടാൻ പോണതിന് മുന്നുള്ള മല പോലെ, ശാന്തമായി കിടക്കണ മല പോലെ കുറേ ഡിപ്രഷനുകൾ ഇപ്പുറത്തുണ്ട്. എനിക്ക് മുന്നോട്ടൊരു ജീവിതമില്ല, എനിക്കൊരു എണയില്ല. ജീവിതകാലം മുള്ളും ഞാൻ ഭാരം വഹിക്കണം. എൻ്റെ മക്കളെ ഞാൻ എങ്ങനെ പഠിപ്പിക്കുന്നൊക്കെ ഉള്ളൊരു പേടി, ആ ഡിപ്രഷൻ ഇപ്പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാനത് യേശുവോട് പറഞ്ഞപ്പോൾ എനിക്ക് വചനം കിട്ടണേ. യേശയുടെ സുവിശേഷം, യേശയുടെ പുസ്തകം 45-ാം അധ്യായം. നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ കർത്താവാണ് എന്നവൻ്റെ പേരെന്ന്. അന്ന് മുതൽ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനം എൻ്റെ ഈശോയ്ക്ക് കൊടുത്തു. എൻ്റെ അപ്പൻ്റെ സ്ഥാനം വഹിക്കുന്നത് എൻ്റെ ഈശോയാ. അന്ന് മുതൽ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളും എനിക്ക് അതിശയിക്കുന്ന രീതിയിൽ എൻ്റെ കാര്യങ്ങൾ നടന്നു. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യാറ്, പത്രം മേടിക്കും, ഞാൻ വീടുകളിൽ കൊടുക്കും. ഞാൻ പറഞ്ഞു കൊടുക്കുക എൻ്റെ അവസ്ഥ പറഞ്ഞിട്ടാണ്. അപ്പോൾ എൻ്റെ മോള് ചോദിക്കും, എന്തിനമ്മ ഇത് കൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ മോളോട് പറയും, നിൻ്റെ അമ്മ എന്ന് നിൻ്റെ മുന്നിൽ ജീവനോടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പത്രടി കാരണം എന്ന് പറയും ഞാൻ. അങ്ങനെ ഞാൻ പത്രങ്ങൾ കൊടുക്കും. അത് കഴിഞ്ഞു പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ദാരിദ്ര്യത്തിലാണ്. പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് പോലും അറിയില്ല. എനിക്ക് 300 രൂപ തൈക്കൂലി കിട്ടിയാൽ അതിൽ നിന്ന് 100 രൂപ ഞാൻ വേറെ ആൾക്ക് കൊടുത്തിരിക്കും. അത് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഞാൻ കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട്. ആർക്കും അറിയില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ വീടിൻ്റെ അടുത്തൊരു എനിക്കറിയണ ഒരു കുട്ടീൻ്റെ ഭർത്താവ് ആക്സിഡൻറ്റ് പറ്റി, ആർക്കും അറിയില്ല. ഞാൻ പോയി അവളെ ഹോസ്പിറ്റലിൽ പോയി കണ്ടു. ഞാനൊരു 2000 രൂപ അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തു. അത് പൈസയായിട്ട് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. അതിൻ്റെ പിറ്റേ ദിവസം 4000 രൂപയായിട്ട് ഒരാൾ എൻ്റെ കയ്യിൽ കൊണ്ട് വെച്ച് തന്നു. എനിക്ക് അന്നാണ് മനസ്സിലായ, കൊടുത്ത ദൈവം നമുക്ക് 4 ഇരട്ടിയായിട്ട് തിരിച്ചു തരും. അന്ന് മുതൽ ഞാൻ സന്തോഷത്തോടെ കൊടുക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ ചെറുപ്പം മുതലേ ഞാൻ കൊടുക്കും, പക്ഷേ ഞാനത് എൻ്റെ ഒരു ഇതിലായിട്ടാണ് ഞാൻ കൊടുക്കുക. ഇപ്പം ഞാൻ എൻ്റെ ഈശോയുടെ ക്രെഡിറ്റിലായിട്ടാണ് കൊടുക്കണേ. ഞാൻ പറയും, എൻ്റെ അമ്മ മാതാവ് തരാൻ പറഞ്ഞിട്ടാട്ടാണ് ഞാൻ തന്നേ. അപ്പോൾ അവരാരാന്ന് ചോദിക്കും, ഞാൻ അമ്മേനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ പൊക്കോളൂ എന്ന് പറയും. പിന്നെ എനിക്ക് വന്ന മാറ്റം എന്ന് പറയാൻ, കുർബാന. അത് സത്യം പറഞ്ഞാൽ ഞാൻ മൗണ്ടകത്തിൽ നിന്ന് കുർബാന കണ്ടായിരുന്ന ഞാനാണ്. കുട്ടികളെ തന്നത് ചോദിച്ച് മേടിച്ച് ദൈവത്തിൽ നിന്ന് കിട്ടി. പക്ഷേ കുട്ടികളുടെ പേര് പറഞ്ഞ് ഞാൻ മൗണ്ടകത്തിൽ നിന്നാണ് ഞാൻ കുർബാന കണ്ടായിരുന്നത്. ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം പതുക്കെ ഞാൻ പള്ളിയുടെ ഉള്ളിലേക്കാക്കി. പിന്നെ ഞാൻ അച്ഛനെ നോക്കി കുർബാന കാണാൻ തുടങ്ങി. പിന്നെ നോക്കിയപ്പോൾ ആൾത്താരയിലുള്ള ക്രൂശിത രൂപം നോക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഞങ്ങളുടെ പള്ളിയിലെ ആൾത്താര പണി കഴിഞ്ഞു. ആൾത്താര തുറന്ന് കാണിക്കുന്ന സമയത്ത് ഞാൻ കണ്ട കാഴ്ച എനിക്ക് പറഞ്ഞറിയിക്കണേലപ്പുറം. ആരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന്, ഇടവക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ആ ക്രൂശിത രൂപത്തിൻ്റെ മുകളിൽ നമ്മുടെ പിതാവ് 2 കൈ വിരിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്.
അത് കണ്ടതും എനിക്ക് മനസ്സിലായി. എന്നോട് പറയണ എന്തിനാ, ഞാൻ എന്നോട് ആരോ ചെവിയിൽ പറയണ പോലെയാണ് എനിക്ക് തോന്നിയത്. നിനക്ക് വേണ്ടി എൻ്റെ പുത്രനെ വരെ ത്യാഗം ചെയ്യാൻ ഞാൻ തയ്യാറാണെങ്കിൽ നീ എനിക്ക് എത്ര വിലപ്പെട്ടതാണെന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പം പിന്നെ എനിക്ക് ധൈര്യമായി. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയ 0 ബാലൻസ് എൻ്റെ അക്കൗണ്ട്. നാളെ ഒരു സ്വന്തമായിട്ടൊരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ കറണ്ട് ബില്ല്, കേബിളിൻ്റെ ബില്ല്, അങ്ങനെയൊക്കെ അറിയാമല്ലോ, ചിലവുകളുണ്ട്. പക്ഷേ യാതൊരു പേടി എനിക്കില്ല. കാരണം ഇന്ന് വരെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ അതിശയിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇന്ന് വരെ താങ്ങിയ ദൈവം എൻ്റെ മരണം വരെ താങ്ങുന്നുള്ള ധൈര്യമാണ്. ഞാൻ എപ്പോഴും ചേട്ടൻ മരിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഹൃദയം ഇവിടെ ഉടമ്പടി എടുത്ത് വന്ന് കാശ് രൂപം നെഞ്ചിലണിയാൻ തുടങ്ങി. അതിന് ശേഷം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. എൻ്റെ ഹൃദയം ഞാൻ ഇടയ്ക്ക് കൈവച്ച് നോക്കും, ഇടിക്കണത് പോലും ഞാൻ അറിയണില്ല. ആരോ കൈവെള്ളയുടെ ഉള്ളിൽ സൂക്ഷിച്ച പോലെ. പണ്ടൊക്കെ ഒരു എക്സാമിന് പോകുമ്പോൾ എൻ്റെ ഹൃദയം ഇടിക്കുക, അത് പറഞ്ഞറിയിക്കാനപ്പുറം. പക്ഷേ ഇന്ന് എന്തൊരു പ്രതിസന്ധി വന്നാലും ഞാൻ ഹൃദയത്തിൽ കൈവച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അത് അവിടെ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. ആരോ ഒരു കുഞ്ഞ കൈവളയിൽ സൂക്ഷിച്ച പോലെ. ഒരു ടെൻഷനും ഞാൻ ഇന്നവരെ അറിഞ്ഞിട്ടില്ല. ഒരു വീട് പണി കഴിയുമ്പോഴത്തെ ഒരു ടെൻഷൻ നിങ്ങൾക്കറിയാലോ, ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. എല്ലാവർക്കും അതിശയമാണ്. ഞാൻ ഈ 18-ാം തീയതി കുറ്റീശ്യാന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ എല്ലാവരും ചോദിക്കണേ, അതിന് നീ വീട് പണി തുടങ്ങാൻ പോകണമെന്നല്ല പറഞ്ഞാൽ, തുടങ്ങിക്കഴിഞ്ഞാന്നാണ് ചോദിക്കണേ. 6 മാസത്തിൻ്റെ ഉള്ളിൽ വീട് പണി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതിശയമാണ്. വീട് പണിക്ക് വന്നവർ തന്നെ എന്നോട് പറഞ്ഞു, പാർക്ക് പൊളിക്കാനൊക്കെ വന്നവർ പറഞ്ഞു, ചേച്ചിയൊക്കെ ഭാഗ്യ, ഓരോരുത്തർ വീട് പണിതിട്ടിട്ട് ഇപ്പോഴും പണി കഴിയാത്തവരുണ്ടെന്ന് അവരെന്നോട് പറഞ്ഞു. ചേച്ചിക്കൊക്കെ എന്തോ അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ പെരുമഴയത്താണ്, അതായത് റെഡ് അലർട്ട് പറഞ്ഞ അന്ന് എൻ്റെ വീടിൻ്റെ മെയിൻ വാർക്ക. പക്ഷേ ആ വാർക്ക കഴിയണ വരെ മഴ പെയ്തില്ല. അതിന് ശേഷം മഴ പെയ്ത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇത് ഭയങ്കര അതിശയല്ലേ ചേച്ചി. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞു, ഞാൻ ആ തറക്കല്ലിടുമ്പോൾ അച്ഛൻ്റെ അടുത്തുനിന്ന് ഞാൻ പറഞ്ഞില്ലേ വെഞ്ചിരിച്ച കാശ് രൂപം മേടിച്ച് കൊണ്ടുപോയിട്ട് ഞാൻ 4 ചുറ്റിലും ആ കാശ് രൂപം മെയിനായിട്ടുള്ള തറക്കല്ലിൽ ഞാൻ വെച്ചിട്ടാണ് തുടങ്ങിയത്. ഞാൻ പറഞ്ഞു ഇത് ഞാൻ പണിയണ വീടല്ല, എൻ്റെ അമ്മ മാതാവ് ഈശോയും കൂടി പണിയുന്ന വീടാണ്. ഞാൻ ടെൻഷൻ അടിക്കണ്ട, അത് അവർ വേണ്ട വിധം ചെയ്തോളും. ലാസ്റ്റായപ്പോൾ കാശ് തികയാണ്ടായി വന്നപ്പോൾ ഞാൻ ടെൻഷൻ അടിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മാവ് പറയുക, നീ അപ്പം സത്യത്തിൽ ദൈവത്തിലാണ് വിശ്വസിച്ചത്, നിൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശിലാണ് വിശ്വസിച്ചതെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാൻ പതുക്കെ ഞാൻ ആ ടെൻഷൻ ഉപേക്ഷിച്ചപ്പോൾ പിന്നെയും കാര്യങ്ങൾ സ്മൂത്തായി നടക്കാൻ തുടങ്ങി. ഈ വരുന്ന 18-ാം തീയതി എൻ്റെ വീടിൻ്റെ പാല് കാച്ചലാണ്. അത് എന്നെ അതിശയിപ്പിക്കുന്ന ഒന്നാണ്. ഞാൻ തകർന്നു, ഇനി എനിക്കൊരു ജീവിതം മുന്നോട്ടില്ല എന്ന് ഞാൻ വിചാരിച്ച നിമിഷം തുടങ്ങി എൻ്റെ കരം പിടിച്ച് നടക്കുന്ന ഒരു ഈശോയുണ്ട്. ഒരു മഴയോ വെയിലോ ഒന്നും തന്നെ എന്നെ ബാധിച്ചിട്ടില്ല. എല്ലാം താങ്ങുന്ന ഒരു ദൈവം എനിക്കുണ്ട്. അതിന് എൻ്റെ ഈശോയ്ക്കും എൻ്റെ ഈശോയെ എനിക്ക് തന്ന എൻ്റെ അമ്മ മാതാവിനും കോടാനകോടി നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ സാക്ഷി ഇവിടെ അവസാനിപ്പിക്കുന്നു. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 43-ാം തിരുവചനം. അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദരിദ്ര വിധവ മറ്റാരെയുംക്കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ജോസഫ് അച്ഛൻ നമ്മോട് എപ്പോഴും ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, നിൻ്റെ ആസ്തി എത്രയുണ്ടെന്ന്. നമ്മുടെ ആധ്യാത്മികമായ ആസ്തിയെക്കുറിച്ച് എപ്പോഴും അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ കാര്യമാണ്. നിനക്കുള്ളതിൽ നിന്ന് കൊടുക്കുമ്പോൾ അതിലെന്ത് മേന്മയാണുള്ളത്. നമ്മുടെ ഡെപ്പോസിറ്റിനെ കുറിച്ച് നാം എപ്പോഴും ചിന്തിക്കേണ്ട, നമുക്ക് റിവിഷൻ നടത്തേണ്ട ഒരു വലിയ അവസ്ഥയാണ് ഉടമ്പടി ജീവിതം എന്നുള്ളത്. ഇവിടെ സോനയുടെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യം ദൈവം ഇസ്രായേൽക്കാരോട് കൂടെ നടന്ന ഒരു അനുഭവമാണെന്ന് സോന ഇവിടെ വിവരിച്ചത്. നമ്മുടെ ഉടമ്പടി ജീവിതം വളരെ ശക്തമാകും. എനിക്കിനി യാതൊരു ആഗസ്റ്റ് മാസത്തിൽ ഹസ്ബൻഡ് മരിച്ച് 1 വർഷത്തിനുള്ളിൽ തന്നെ മകൾക്ക് ഇത്ര വലിയ റിക്കവറി ഉണ്ടായി. ഇന്ന് എനിക്ക് എല്ലാം തികഞ്ഞു കഴിഞ്ഞു എന്ന് ഈ മകൾക്ക് അൾത്താരയിൽ പറയാൻ സാധിക്കുന്നതിൽ ഈശോ നിറഞ്ഞു കഴിഞ്ഞു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത് പോലെ, ക്രിസ്തു എന്നിൽ രൂപപ്പെടുന്നതുവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. നമുക്ക് ക്രിസ്തു രൂപപ്പെടുവാനായി പ്രാർത്ഥിക്കാം. സോനയുടെ വലിയ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.